അല്ല മമ്മ ഒരു കഷ്ണം എടുക്കട്ടെ, അത് വേഗം കാറ്റായി പോവേ തിന്നാണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡാസ്ലർ സിറ്റി. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോടുള്ള ബേപ്പൂർ ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലത്ത് അടച്ചു പൂട്ടിയതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ബേപ്പൂർ ബീച്ച് ഇവിടെ റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ഫസ്റ്റ് ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോഴേക്കും കേക്ക് ഫെസ്റ്റും കാര്യങ്ങളും കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഫ്ലൈ ബോർഡ് അങ്ങനെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ പിന്നെ ഫുഡ് ഫെസ്റ്റൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇവിടെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മ്യൂസിക് ബ്രാൻഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഷോ ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫുഡ് ഫെസ്റ്റ് തന്നെ കണ്ടുകൊണ്ട് തുടങ്ങാം കേട്ടോ. ആദ്യം നമ്മൾ വന്നിട്ടുള്ളത് ഫുഡ് ഫെസ്റ്റിൻ്റെ സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ 2021 കൊറോണ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അധികം ആളുകൾ കൂടിയിട്ടുള്ള ഒരു പരിപാടി, ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മൾ ബേപ്പൂർ ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ. 2022 അതിൻ്റെ സീസൺ 2 ആയപ്പോൾ ഡബിൾ, അതിൻ്റെ ഇരട്ടി ആളുകളായിരുന്നു ഈ ഒരു പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്ഥലങ്ങളിലായിട്ടാണ്, ചാലിയം, പിന്നെ നല്ലൂർ, നമ്മൾ ഫറൂഖ് നല്ലൂർ, പിന്നെ ചാലിയം ബീച്ചിൽ അതേപോലെ തന്നെ നമ്മൾ ബേപ്പൂർ ബീച്ചിലും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത്തവണ നമ്മൾ ബേപ്പൂർ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഫെസ്റ്റാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് ഫെസ്റ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കംപ്ലീറ്റ് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ കോഴിക്കോടൻ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിഷുകൾ, കോഴിക്കോടൻ എന്ന് മാത്രമല്ല കേട്ടോ, പല വെറൈറ്റി ആയിട്ടുള്ളതും ഇപ്പം കേക്ക്സിൻ്റെ ഐറ്റംസ് ആണെങ്കിലും അതേപോലെ തന്നെ കുനാഫ, അങ്ങനെ അറബിക് സ്വീറ്റ്സ്, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ഫുഡ് ഫെസ്റ്റിൽ ഇവിടെ കുൽക്കി സർവത്തിൻ്റെ ഇത് പിന്നെ ഓരോരോ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നൈസായിട്ട് ഫിഷറീസ്, എന്താ ഫിഷറീസ്, മറ്റേ ദലാച്ചാറ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. പിന്നെ ഒരു പായസത്തിൻ്റെ ഒരു മേളുണ്ട്. പിന്നെ കുറേ കിച്ചൺ, നമ്മൾ ഫുഡ്, ചായ, പത്തക്ക വെള്ളം, അങ്ങനത്തെ ഐറ്റംസ്. അത് സ്റ്റാളുകളൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സ്റ്റാളുകൾ കംപ്ലീറ്റ് ആയിട്ടും നിറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ടേക്ക് സെറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ. അധികം ഹോംലി ഫുഡ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മളെ വീട്ടിലുള്ള നമ്മളെ ഉമ്മ പെങ്ങന്മാരെ എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കൊണ്ടുവരുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ. പിന്നെ ഗൈസ് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പായിട്ട് അത്യാവശ്യം നല്ലൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഒരു ആംബിയൻസിൽ കുറച്ച് ചെയറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓരോന്ന് നമുക്ക് വേണ്ടത് വാങ്ങിക്കാം. ഇവിടെ കുറേ സംഭവങ്ങൾ അതേമാതിരി ഉണ്ട് കേട്ടോ. നമ്മളെ ഇതെന്താ കുൽഫി, 5 എഗ്ഗ് കുൽഫി ഉണ്ട്, അത് വാങ്ങണോ? രസമില്ല. പിന്നെ ഇവിടെ നമ്മളെ നാച്ചുറൽ ഫുഡുകൾ, മൊണാക്കിഷ് എന്നൊക്കെ പറയും. കുറേ ഐറ്റംസ് ഉണ്ട്. ചോക്ലേറ്റ് പുഡിങ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഗുലാബ് ജാമുൻ, കുറേ ഡോണറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ, ഇത് ചോക്ലേറ്റ് ടിപ്പ്, കേക്ക് ചോക്ലേറ്റ് പിന്നെ ഇത് 100 ഗ്രാം 50 രൂപ. ഇത് ഒരു കിറ്റ് 100 രൂപ. പിന്നെ ചോക്കോ ബർഗർ ഉണ്ട്, 100 ഗ്രാം വാങ്ങണം. മാഷ്മെല്ലോൻ്റെ മുഴുവാക്കി വാങ്ങിയല്ലോ, അല്ലെങ്കിൽ അതോ? എന്നാൽ ഈ മാഷ്മെല്ലോയിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് അറിയില്ല. അത് എത്ര വരുന്നത്? അല്ലതിനല്ല വേണ്ടത്, മാഷ്മെല്ലോൻ്റെ മുകളിൽ അതാ കൊടുക്കണം. പിടിച്ചോ, നോക്കട്ടെ. അല്ലോ എങ്ങനെയുണ്ട്? കഴിക്ക്.
അപ്പോൾ അതിന് 30 റുപ്പീസാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മൾ സ്പോഞ്ചിൻ്റെ മുകളിലും നമ്മൾ ഇതൊക്കെ ഡിപ്പ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഞാൻ അവിടെ എന്താ ഉള്ളതെന്ന് ഒന്ന് നോക്കട്ടെ. ഇവിടെ നമ്മുടെ ലൈവ് കുനാഫ ആയിട്ട് പിന്നെ നമ്മൾ അതിഥീൻ്റെ ഐറ്റംസ്, പിന്നെ ഇവിടെ ഒരു നമ്മളെ ഉപ്പിലിട്ടത് അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ആയിട്ട്. ഗൈസ് ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളൊരു ആംബിയൻസ് എന്ന് പറയുന്നത് നല്ല ക്യൂട്ടാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തിരക്കൊന്നും ആയിട്ടില്ല കേട്ടോ, തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫുഡ് ഫെസ്റ്റിന് ഫസ്റ്റ് ദിവസമാണ്, ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തിരക്കൊന്നും ആയിട്ടില്ല. തിരക്കായി കഴിഞ്ഞാൽ നമുക്കവിടെ നിൽക്കാൻ പോലുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. കഴിഞ്ഞ ഇയറും മുമ്പത്തെ ഇയറൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ കുറേ ഫുഡുകൾ പല വെറൈറ്റീസ് ആയിട്ടുള്ള കേട്ടോ. കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് ഫെസ്റ്റിൽ വന്നിട്ട് നമുക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ എപ്പോഴും കഴിക്കുന്നതൊന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസിൽ നമുക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് അതും നൽകിയിട്ടുണ്ട് ഇവിടെ. എന്തായാലും സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ബേപ്പൂർ ഫെസ്റ്റിനൊക്കെ വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കുറേ വെറൈറ്റി സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഫുഡ് മാത്രമല്ല, നൈറ്റ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നൈറ്റ് നമ്മൾ ഒന്നുകൂടിയും റീഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, നോക്കാം ഇൻഷാ അല്ലാ. ഏരിയയിൽ കംപ്ലീറ്റ് ഇല്ലേ നമ്മൾ ബ്രോസ്റ്റഡ് ഐറ്റംസ്, പിന്നെ മന്തി, ബിരിയാണി അങ്ങനത്തതൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ചുട്ട പീസ് വെച്ചിട്ടുള്ള ഷവർമ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ. ഗൈസ് ഇവിടെ ബോട്ടിങ്ങിൻ്റെ സംവിധാനം ഉണ്ട് കേട്ടോ, ചെറിയൊരു ബോട്ടായിട്ട്. ഇന്നിപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഏകദേശം സമയം ഒരു 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഏകദേശം ഈ സമയമായപ്പോഴത്തേനും നല്ലോണം റഷായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുറേ ക്രൗഡ് ആളുകളൊക്കെ വന്നിട്ടുണ്ട്, നല്ല തിരക്കായിട്ടുണ്ട്. നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര റഷായിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലേക്ക് ഇത് വന്നിട്ടില്ല, ആവുന്നേ ഉള്ളൂ. കാരണം സ്റ്റാർട്ടിങ് ആണല്ലോ, അപ്പം തുടങ്ങിയിടുകയാണ്. പിന്നെ ആണെങ്കിൽ കുറേ ഫുഡ് ഫെസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂല്ലോ. ഇവിടെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഗെയിംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ബേപ്പൂരിൻ്റെ ആ ഒരു ബേപ്പൂർ പുളിമൂട് ബീച്ചിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫുഡ് ഫെസ്റ്റ് മാത്രമാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത്. ഇനി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കാണിക്കാണ്ട് പ്രമുഖരായിട്ട് പല വ്യക്തികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കൈറ്റ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും ഏകദേശം 6 ആകുമ്പോഴത്തേനും നമ്മൾ കൈറ്റ് ഫെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. പിന്നെ അതേപോലെ ഇവിടെ ഒരു ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നൈറ്റ് ആകുമ്പോഴേക്കും കുറേ ബോട്ടുകളൊക്കെ ലൈറ്റ് കത്തിച്ചിട്ടുള്ള ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കയാക്കിങ്ങും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൻ്റെ ഷോയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ വാട്ടറിലുള്ള പല റൈഡ് കാര്യങ്ങൾ മത്സരങ്ങളൊക്കെ നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ സംഭവങ്ങൾ തന്നെ ഒരുപാട് ഐറ്റംസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മത്സരങ്ങളും കാര്യങ്ങളുമാണ്. ഒരുപാട് ഐറ്റംസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മത്സരങ്ങളാണെങ്കിൽ അതിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോയിട്ടാക്കാം.
എല്ലാത്തിനും മുകളിലുള്ള ഡാൻസ് കണ്ടില്ലേ, സംഭവം നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 3യുടെ ഔപചാരികമായ ഉദ്ഘാടനം അല്പസമയത്തിനകം ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ്. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം അല്ലു ഇടുന്ന നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളിപ്പം കണ്ടത് ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് നടന്ന ഘോഷയാത്ര ആയിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അവിടെ ഇപ്പം കുറേ ലൈറ്റൊക്കെ കത്തിച്ച് ഇങ്ങനെ ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഏകദേശം മ്യൂസിക് ബാൻഡൊക്കെ തുടങ്ങാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലൂസിന് ഇതേപോലെയുള്ള നൈട്രജൻ ബലൂണൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളതൊക്കെ വാങ്ങിച്ചു. വ്യൂ ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് ഫെസ്റ്റിവൽ നൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഡെക്കറേഷൻ നല്ല ലൈറ്റ് ഭയങ്കര ലവാസൊക്കെ. ഇനിയും പണി കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് കുറച്ച് നൈറ്റിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഫുഡിൻ്റെ ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗത്ത് വരെ ഒരുക്കിയിട്ടുള്ളത്. ഫുൾ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റൊക്കെ വന്നിട്ട് നല്ല സൂപ്പർബായിട്ടുള്ളതായിരുന്നു ഇവിടെ കാണാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ നല്ല ക്രൗഡും വന്നിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ബ്രോസ്റ്റ്, കുഴിമന്തി, ബിരിയാണി, പിന്നെ അതേപോലെ തന്നെ നല്ല ബീഫ് ഫ്രൈയും കുറേ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോഴിക്കോട് മുട്ടമാല, മുട്ട മസ്ജിദ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. അത് വേഗം കഴിക്കണം. അത് നോക്കട്ടെ, ഞാൻ ഒന്ന് കഴിക്കട്ടെ. അല്ല മമ്മ ഒരു കഷ്ണം എടുക്കട്ടെ. അത് വേഗം കാറ്റായി പോവും, വേഗം തിന്നാണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അത് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വിദേശ മലയാളികൾ വളരെ പ്രതീക്ഷയോടുകൂടി ബേപ്പൂരിൽ നിന്നുള്ള ദുബായ് യാത്രാ കപ്പലിനെ പ്രതീക്ഷിക്കുകയാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിനായി ഒരു സ്പെഷ്യൽ ട്രീറ്റ് ആണ് നമ്മുടെ മാന്ത്രികൻ പ്രദീപ് കുടിനു അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നല്ല ഒരു നമ്മളെന്താ പറയാ, പ്രദീപ് കുടിനോയ്ക്ക് നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് എല്ലാവർക്കും ചേർന്ന്. ബേപ്പൂർ ഫെസ്റ്റ് എന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇത്തവണ നമ്മളുടെ ഡ്രോണിൻ്റെ ഒരു ഫെസ്റ്റ് കേട്ടോ. നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ IPL മാച്ചിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഡ്രോണിൻ്റെ ഷോ ഇത്തവണ നമ്മളെ കാലിക്കറ്റ് ഈ നമ്മളെ ബേപ്പൂർ ഫെസ്റ്റിൽ നടക്കുന്നുണ്ട്. അത് 28, 29 ഡേയ്സിലാണ് കേട്ടോ. 4 ഡേയ്സാണ് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ വരുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബേപ്പൂർ ഫെസ്റ്റ് ആരും മിസ്സാക്കി നിൽക്കുന്ന കാരണം സൂപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. മിസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഓരോ ഇയറും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഷോകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം 2021 ബെറ്റർ
ആയിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ച് അതിനേക്കാളും ബെറ്ററായിരിക്കും. ഇപ്പോൾ 4 days ആയിട്ട് പ്രോഗ്രാം നടന്നിട്ട് ഫസ്റ്റ് ഡേയിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കാണിക്കാൻ പറ്റിയത്. ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. പക്ഷേ എനിക്ക് കുഞ്ഞ് ബേബി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കരുത്. അപ്പം സൂപ്പറായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് വീഡിയോസ് എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് നോക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ. ഓക്കെ, അസ്സലാമു